കാരണം ഇതിങ്ങനെ കൂടുതലായി വന്നപ്പോൾ എനിക്ക് കുട്ടീനെ എങ്ങനെയായാലും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു തോന്നലെന്നല്ല അതിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടാത്ത വഴികളില്ല. അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റോടെ എത്തിപ്പെട്ടതാണ്. എത്തിപ്പെട്ടപ്പോൾ തന്നെ ഉസ്താദിനോട് പറഞ്ഞു, ഇത് ഞാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു വാക്ക് മതി എനിക്ക് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്താൽ ഞാനെന്ത് ചെയ്തു, ആ ചികിത്സ പൂർണ്ണമായിട്ടും പാലിച്ച് മുന്നോട്ട് പോയി. സന്തോഷമാണ്. ആയിക്കോട്ടെ. ഇപ്പോൾ ഈ രോഗം മാറാനുള്ള കാരണം എന്താ പറയുക, എന്ത് വേണമെങ്കിലും ചെയ്യും, ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചികിത്സ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ചോൻ ഇപ്പോൾ ആ കുട്ടിക്ക് വലിയൊരു ആശ്വാസം നൽകിയത്. അൽഹംദുലില്ലാ, ഞാനും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ മോളെ പേര്? രമ്യ. മോളെ പേരോ? ഇത് അനല. നല്ല പേരാണല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ. ഇത് പേര് സുബ്രഹ്മണ്യൻ. മോളോ? എന്താണ്? അലന. എൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. മോളെ പേരോ? അയന. എന്തായിരുന്നു ശരിക്കും മകളുടെ ആദ്യത്തെ അവസ്ഥ? ആദ്യത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ വീഴായിരുന്നു. ഞങ്ങൾ കണ്ടു തുടങ്ങിയത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കുട്ടി ഇങ്ങനെ പോവുമായിരുന്നു. അപ്പം ഞങ്ങളത് ആദ്യം നടക്കേണ്ട ഒരു വിഷയമാണ് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത്രയും കാണിക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നടക്കുന്ന വീഴ്ചയല്ല. ഒരു വയസ്സിലാണ് കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 1 വയസ്സിൽ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നടക്കുന്നൊരു വിഷയം കൊണ്ടായിരിക്കും കുട്ടി വീഴുന്നതെന്നാണ്. അങ്ങനെ അത് ഞങ്ങൾ പിന്നീട് മനസ്സിലായി അതല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കുറേ ചികിത്സ നടത്തി. അപ്പോൾ നടത്തിയപ്പോൾ അവർ അഡ്മിറ്റാക്കി ഒരു 10 ദിവസം MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ECG എടുത്തപ്പോൾ 2 സൈഡിലും അപസ്മാരത്തിൻ്റെ ഇത് കണ്ടെത്തി. അപ്പോൾ MRI എടുക്കാൻ പറ്റിയില്ല. കാരണം മകളെ ഇത് എടുക്കുമ്പോൾ ഇത് കരയാം, അത് എണീക്കുക. അപ്പോൾ അത് MRI എടുക്കാൻ കഴിയാതെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ചയച്ചു. ഇനി മറ്റൊരു വർഷം ഈ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ പേരും പറയണ്ട, ആ ഹോസ്പിറ്റലിൻ്റെ പേരും പറയണ്ട. അതെ, അതങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹോമിയോ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഒരു ക്ലിനിക്കിലെത്തി. അപ്പോൾ അവിടെ നിന്നും തന്നെ നമ്മൾ നോക്കണം, ഏതായാലും നോക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെയൊക്കെ ആയപ്പോഴും കുട്ടിക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരും. അതായത് ഭക്ഷണം കൊടുക്കുമ്പോഴും വായിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ വീഴുക. പിന്നെ കുട്ടി ഒരു ദിവസം 4 പ്രാവശ്യമൊക്കെ വീഴൽ തുടങ്ങി ദിവസം. അല്ലാതെ പനി വരുമ്പോഴോ അല്ലാതെ മറ്റുള്ള അസുഖം വരുമ്പോഴോ അല്ല, ദിവസം വീഴുന്നൊരവസ്ഥ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളെ കോഴിക്കോട് തന്നെ പ്രഗത്ഭമായ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടെ നിന്നും തന്നെ ആ ഡോക്ടർ പറഞ്ഞു MRI എടുത്തു. പക്ഷെ MRIയിൽ കുഴപ്പമില്ലായിരുന്നു. ജനിതക ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. അങ്ങനെ ജനിതക ടെസ്റ്റ് നടത്താൻ ഉള്ള സാഹചര്യം നമ്മളെ സംബന്ധിച്ചില്ല. എങ്കിലും ഞാൻ നടത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നു, കാരണം കുട്ടീൻ്റെ അസുഖം മാറണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറേ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപസ്മാരം തന്നെയാണ്. ECG എടുത്തപ്പോൾ അപസ്മാരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ മാറാൻ അവിടെ എത്തി. കാരണം ഇതിങ്ങനെ കൂടുതലായി വന്നപ്പോൾ എനിക്ക് കുട്ടീനെ എങ്ങനെയായാലും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു തോന്നലെന്നല്ല അതിൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടാത്ത വഴികളില്ല. അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റോടെ എത്തിപ്പെട്ടതാണ്. എത്തിപ്പെട്ടപ്പോൾ തന്നെ ഉസ്താദിനോട് പറഞ്ഞു, ഇത് ഞാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു വാക്ക് മതി എനിക്ക് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്താൽ ഞാനെന്ത് ചെയ്തു, ആ ചികിത്സ പൂർണ്ണമായിട്ടും പാലിച്ച് മുന്നോട്ട് പോയി. ഞങ്ങളുടെ കുടുംബം എപ്പോഴും പച്ചക്കറിയാണ്. അപ്പം എന്നോട് പല സുഹൃത്തുക്കളും ചോദിക്കും, എനിക്ക് എങ്ങനെ കഴിയുന്നു ചോദിക്കും. ഞാൻ പറഞ്ഞ കുട്ടീൻ്റെ അസുഖത്തിന് ഞാൻ എന്ത് ത്യാഗം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പണിക്ക് ആശാരിപ്പണിയാണ്. അപ്പോൾ പണിയെടുക്കുന്ന വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയും മീനില്ലാതെ എങ്ങനെ എനിക്ക് തീരെ വശമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒന്നും തരണ്ട, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം ഉണ്ടായി.
അതാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. ഇപ്പം നല്ല പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് പിന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വളരെ ലളിതമായ ചെറിയ മരുന്ന് പറഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു ഔഷധസസ്യ പ്രയോഗം, ആ ഔഷധസസ്യങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ വലിയ മാറ്റം ഉണ്ടായത്. ഇനി ഇപ്പം ആ പഴയ അവസ്ഥയില്ലല്ലോ. നേരത്തെ കുട്ടിയുടെ അമ്മ സംസാരിക്കുമ്പോൾ പറഞ്ഞത് മുമ്പ് വീഴുമായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇനിയും ആ രീതിയിൽ തന്നെ മരുന്നും കാര്യങ്ങളും മുന്നോട്ട് പോവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾക്ക് വലിയ ഔഷധ ഗുണമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വാ മോളോ, ഇവിടെ ഇരുന്നോളൂ. അല്ല, മോളെ മാത്രമേ ഇരുത്ത്, നീ അവളെ കളിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നേ. മോളോ മോളോ ഒരു പാട്ട് പാടിയേ നോട്ടെ. വിശക്കുന്നുണ്ടോ? ആ, അതുകൊണ്ടാണല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, അമ്മയോട് ചോദിക്കാലാം. മോളോ ഓളെടുത്തേക്കൊണ്ടോ. എന്താ എൻ്റെ പേര്? വാ, കുരുത്തക്കേടുണ്ടല്ലേ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളെ പേരെന്തായിട്ട് പറഞ്ഞു? രമ്യ. രമ്യ, ഇപ്പോഴെങ്ങനെയുണ്ട് മകളുടെ അവസ്ഥ? മാറ്റമുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ സന്തോഷമാണ്. ആയിക്കോട്ടെ. ഇപ്പോൾ ഈ രോഗം മാറാനുള്ള കാരണം എന്താ അറിയോ? ഒന്ന് നിങ്ങളുടെ ഭർത്താവാണ്, ഒന്ന് നീയും. നിങ്ങൾ രണ്ടാളും എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അവിടെ വിട്ടേക്ക്, അവിടെ പോട്ടെ. എന്ത് വേണമെങ്കിലും ചെയ്യും, ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചികിത്സ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ചോൻ ഇപ്പോൾ ആ കുട്ടിക്ക് വലിയൊരു ആശ്വാസം നൽകിയത്. അൽഹംദുലില്ലാ, ഞാനും വലിയ സന്തോഷത്തിലാണല്ലോ. കാരണം ഞാനെപ്പോഴും ഇതുപോലുള്ള ആയിരക്കണക്കിന് കുട്ടികളെ കാണുന്ന ഒരാളാണ്. എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉമ്മയും വാപ്പയൊക്കെ ഇത്ര കുട്ടികളെ കൊണ്ടുവരും. പക്ഷേ ഈ രോഗം വളരെ നിസ്സാരമായ ഒരു മരുന്ന് പ്രയോഗത്തിലാണ് മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ നിസ്സാരമായ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പോലും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തയ്യാറാവില്ല. കാരണം മരുന്നിൻ്റെ അല്ല അവരുടെ പ്രശ്നം, പഥ്യം അവർക്ക് പാലിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു അയാൾ ആശാരിപ്പണി എടുക്കുകയാണ്. ചില വീടുകളിൽ പോയാൽ ചോദിക്കും എങ്ങനെയാണ് ഈ മത്സ്യമൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ, എനിക്കിത് മതി, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും സഹിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കടമയാണെന്നത്. ആ കടമ നിറവേറ്റിയപ്പോഴാണ് ആ കുട്ടിക്കൊരു ആശ്വാസം ഉണ്ടായത്. അതല്ലാണ്ട് എൻ്റെ കഴിവോ എൻ്റെ മരുന്നൊന്നും ഇതിൻ്റെ പിന്നിൽ ഇല്ല. ഉണ്ട്, ഔഷധ സസ്യങ്ങൾക്ക് വലിയ കഴിവുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ്, ഞാനും വലിയ സന്തോഷത്തിലാണ്. സലീമേ, ഇപ്പോൾ കണ്ടല്ലോ അവരുടെ അനുഭവം. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ അനുഭവം കേട്ടപ്പോൾ? അത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ അച്ഛൻ്റെ ആൾക്കാരെ സംബന്ധിച്ചൊന്ന് അതുപോലെ അമ്മ കേട്ടു. അതിനെ ആയിട്ട് 2 ദിവസം യാത്രയിൽ ഞങ്ങളിങ്ങനെ വേറെ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഇത് മരുന്നുകൾ, അതായത് നമുക്ക് ഒരു മരുന്ന് തന്നു അതിന് പ്രതിവിധിയായിട്ട് വേറെ മരുന്ന് കഴിച്ചാൽ അത് മാറും. അങ്ങനെയൊക്കെ അതിലിപ്പോൾ പറഞ്ഞതിപ്പോൾ അതിലൊരു ഭാഗമായിട്ടാണ് ഈ കൊച്ചു മോൾക്ക് കൊടുത്തതെന്ന് പറഞ്ഞു. ഒരുപാട് അനുഭവങ്ങളുണ്ടായി 2 ദിവസം. അൽക്കുട്ടി, എന്തായിരുന്നു അനുഭവം എന്ന് പറഞ്ഞു? അനുഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസം ഞങ്ങൾ വയനാട് കാട് പ്രദേശത്ത് പോയി ഉത്സവമായിട്ട്. ഇന്നലെ ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരു മഹാ അത്ഭുതം തന്നെ ഉത്സവമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഓരോ ഇലകളെടുത്തിട്ട് അതിൻ്റെയൊക്കെ ആ ഇത് കണ്ടു നോക്കുമ്പോൾ ഒരേ ഇല എടുത്തിട്ട് ഇന്ന മരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ വായിൽ വെച്ച് നോക്കുമ്പോൾ വായിൽ ചവച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ വ്യത്യാസങ്ങൾ കാണുക. ഇരുമ്പ് പോലും വളഞ്ഞു പോകും അതിൻ്റെ നീരെടുത്ത് ചോദിച്ചാൽ. ഞങ്ങൾ അനുഭവസ്ഥരാണ്, അങ്ങനെ കണ്ട സംഭവം. അപ്പം അതൊരു സംഭവം തന്നെയാണ്. നമ്മൾ അത് ഒരു ഇല എടുത്തിട്ട് എന്നോട് പറഞ്ഞ് ചവക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3 ആളോടും ചവച്ചിട്ട് ഇത്ര 3 വലിയ കരിങ്കൽ എടുത്തിട്ട് വായിലിട്ട് ഒരു 3 ആൾക്ക് കയ്യിൽ കൊടുത്തു.
ആ കരിങ്കല്ല് ഞങ്ങളോട് കടിച്ചു പിടിക്കാൻ പറഞ്ഞു. എന്ത് സിമ്പിളായിട്ടാണ് ഞങ്ങളെ കടിച്ചു പിടിച്ചത് സാധനം. അറിഞ്ഞു പോലില്ല ഞങ്ങള്. അതാണ് ഔഷധത്തിന്റെ ഭയങ്കര സംഭവമാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഞങ്ങളിത് വേറെ കാര്യം പറയാൻ വന്നത് ആ പുസ്തകങ്ങൾ വരുന്നു. പിന്നെ എവിടെ മുളെടുക്കുന്നു ആയിക്കോട്ടെ. ഏതായാലും ഞാൻ അതിനെ തുടരും. ഇനിയൊരു കുറേ ദിവസം വെച്ച് വന്നാൽ കേട്ടോ. ഇവിടെ കുറച്ചതിൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകും. നന്നായിട്ട് ശ്രമിച്ചല്ലോ. മനസ്സ് പറഞ്ഞ പോലെ അത് പറഞ്ഞ പോലെ അതേപോലെ ചികിത്സ നടത്തിയിട്ട് വർഷം ഞാൻ അങ്ങനെ ചികിത്സ അത് കഴിഞ്ഞ സ്നാനം ഉണരാൻ വയ്യായിരിക്കും. ശരിയാവും. എങ്കിലും ഞാൻ സ്ഥലമായിട്ട് പോയി നിങ്ങളുടെ പേര് കൂടെ യാത്ര ചെയ്യണം. അപ്പം ഞാൻ നാളെ വീണ്ടും വേറെ ടീമിനെ കൂടി യാത്രയാണ്. അത് സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളൊപ്പം യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു ദിവസവും നീയും ഭാര്യയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരും. നമുക്ക് കാട്ടിലോ എവിടെ വേണേലും പോവാം. ഇന്നലെയൊക്കെ നമ്മൾ യാത്രയിലായിരുന്നു 2 ദിവസവും. അപ്പം നാളെ മുതൽ ഞാൻ വീണ്ടും രാവിലെ യാത്രയുണ്ട്. യാത്രക്കായിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ, ഒരു ഫാമിലി. അപ്പോൾ അവർക്ക് യാത്ര പോകണമെന്ന് പറഞ്ഞു. നാളെ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹം. നിങ്ങൾ ഈ സുബ്രഹ്മണ്യം പറയുന്നത് കേട്ടല്ലോ. സുബ്രഹ്മണ്യനും അവരുടെ ഭാര്യ, എന്താ പേര്, രമ്യ, ഇവരുടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു കുഞ്ഞിന്, വളരെ ചെറിയ കുഞ്ഞാണ്, 1 വയസ്സുള്ള സമയത്ത് അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗം വന്നു. ഒരുപാട് ചികിത്സകൾ, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവനും ആ ചികിത്സക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചു. അങ്ങനെ ഒരുപാട് ചികിത്സകൾ, ഒരുപാട് പണം ചെലവഴിച്ചിട്ട് ചെയ്തെങ്കിലും ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം മാറിയില്ല. ആ കുട്ടി ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം അപസ്മാരം മൂലം വീണുപോകും. ആ വീണതിന് ശേഷമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊന്നും മാറാതെ വന്നപ്പോഴാണ് ഒരു ദിവസം ഈ സുബ്രഹ്മണ്യനും ഭാര്യയും കൂടി കുട്ടികളെയും കൂട്ടിയിട്ട് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരണം. ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന അന്ന് തന്നെ വളരെ ലളിതമായ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഇലച്ചാറുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു തൈലപ്രയോഗം, അതാണ് ആ കുട്ടിയിൽ ചെയ്തത്. അങ്ങനെ അവർ തിരിച്ചുപോയി. പിന്നീട് ഇതുപോലെ ഇടയ്ക്ക് വന്ന് എന്നെ കാണും. ഇന്നും അവരെന്നെ വീണ്ടും കാണാൻ വന്നതാണ്. അവർ വലിയ സന്തോഷത്തിലാണ്. അവരുടെ കുഞ്ഞിന് ആ രോഗം ഭേദമായിരിക്കുന്നു, വലിയ വ്യത്യാസം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്, ആ രോഗം പൂർണ്ണമായും മാറുന്നത് വരെ ഈ പ്രയോഗം നടത്തണം, കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഈ സുബ്രഹ്മണ്യനെ സംബന്ധിച്ചിടത്തോളം, സുബ്രഹ്മണ്യൻ്റെ ഭാര്യയ്ക്ക് മുമ്പ് വേറെ വലിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം അതും ഇതുപോലെ തന്നെ ഒരുപാട് പണം ചെലവഴിച്ചു. അധ്വാനിക്കുന്ന പണം മുഴുവനും ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തിയെടുത്ത ഒരാളാണ്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യത്തിലും അദ്ദേഹം ചെയ്യുകയുണ്ടായി. അങ്ങനെ കൃത്യമായ മരുന്ന് പ്രയോഗത്തിലൂടെ, കൃത്യമായ ചികിത്സയിലൂടെ ആ കുട്ടിയെ അവർ പരിചരിച്ചത് കൊണ്ടാണ് ഈ രോഗം ഭേദമായത്. അതല്ലാണ്ട് ഞാൻ മരുന്ന് നൽകിയതുകൊണ്ടോ ഞാൻ ചികിത്സിച്ചതുകൊണ്ടൊന്നും ഒരു രോഗവും മാറാൻ പോകുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഏത് മാരകമായ രോഗാവസ്ഥകളിൽ നിന്നും പടച്ചോൻ നമ്മളെ രക്ഷിക്കും. അവരെപ്പോലെ തന്നെ ഞാനും വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ. എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് രോഗം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ സ്നേഹം. മോളോ ബാലെ കൈവട്ടെ കൈ മണ്ണായിക്കോട്ടെ. ഇവിടെ മണ്ണ് സാരി കേട്ടോ. മോളൂ ശരിയാ. മോളൂ ഏതാണ്